ഹായ് ഡിയേഴ്സ്, ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, വെള്ളരിക്ക, തടിയങ്കായ, കറിക്കായ, പൊട്ടറ്റോ, പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ഇതുപോലെ നീളം പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ഞാനിവിടെ അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് വെള്ളത്തിന് ആവശ്യം മാത്രമേ ഉള്ളൂ, കാരണം വെജിറ്റബിൾസ് കുക്കായി കിട്ടുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് അധികം വെള്ളം നമുക്ക് കിട്ടും. വെള്ളം ഒഴിച്ചതിന് ശേഷം 1.25 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ അടച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാനായി വെക്കാം. ഈ ടൈമിൽ നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ അരക്കപ്പ് തേങ്ങ എടുക്കണം. അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അരഞ്ഞ് ഫൈൻ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ തോരന് എടുക്കുന്ന അതേ അരപ്പ് തന്നെയാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് കുക്കായോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഹാഫ് കുക്കായിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഉപ്പിട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തില്ലായിരുന്നു. മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുക്കായോ ഇല്ലയെന്നറിയാൻ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് ഉടഞ്ഞു പോവുകയാണെങ്കിൽ അത് ഏകദേശം കുക്കായെന്നാണ്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് മുഴുവനായി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് കൂടുന്നതിനനുസരിച്ച് അവിയലിൻ്റെ ടേസ്റ്റും കൂടും. നമ്മൾ ഇവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്ത്, ഇതിൽ കൂടുതൽ തേങ്ങയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ ഉപ്പിട്ടാൽ മതി. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. കോക്കനട്ട് ഓയിൽ തന്നെ മാക്സിമം ഒഴിക്കാൻ നോക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഫ്ലേവർ കിട്ടുകയുള്ളൂ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയൂടെ ആഡ് ചെയ്ത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ ടൈം മാറുന്നത് എടുക്കുന്ന വെജിറ്റബിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ എൻ്റെ വെജിറ്റബിൾസ് എല്ലാം പെട്ടെന്ന് കുക്കായി കിട്ടുന്നത് കൊണ്ടാണ് 4 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടിയത്. ഇനി നമുക്ക് ഇത് അടച്ച് മാറ്റി വെക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞങ്ങളുടെ നാട്ടിലെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇതിൽ ഞങ്ങൾ തൈരോ പുളിയോ ഒന്നും ആഡ് ചെയ്യാറില്ല. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക്